നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസവും വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വോട്ടർമാർ കൂടുതലുള്ള മേഖലകളിലേക്ക് കോലാഹലങ്ങൾ ഒന്നുമില്ലാതെ സ്ഥാനാർത്ഥികൾ എത്തി വോട്ട് ചോദിക്കുകയാണ്. ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ പതിവ് പോലെ തന്നെ 7 മണിക്ക് മാധ്യമങ്ങളെ കണ്ട ശേഷം പര്യടനത്തിനിറങ്ങി. നഗരത്തിലെ ജിംനേഷ്യങ്ങളിലേക്കായിരുന്നു സ്ഥാനാർത്ഥി ആദ്യം എത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാകുമ്പോൾ പരസ്യ പ്രചരണം ഇല്ലെന്നേ ഉള്ളൂ. പരസ്യ പ്രചരണം മൈക്ക് ഉപയോഗിച്ചുള്ള ശബ്ദായമാനമായ പ്രചരണം ഇല്ലെന്നേ ഉള്ളൂ. ആളുകളെ കാണുകയും സൗഹൃദം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണല്ലോ. ശേഷം നിലമ്പൂർ നഗരത്തിലെ കടകളിലും വോട്ടഭ്യർത്ഥിച്ചു. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും സംഘടനാ നേതാക്കളെയും കാണുന്ന തിരക്കിലേക്കും സ്ഥാനാർത്ഥി കടന്നു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താകട്ടെ രാവിലെ മുണ്ടേരി ഫാം പരിസരത്താണ് ആദ്യം എത്തിയത്. തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന കൊട്ടിക്കലാശത്തിനു ശേഷം സ്ഥാനാർത്ഥി. നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. ആദിവാസി ഉന്നതികളിലും നഗരത്തിലെ കോളേജുകളിലും UDF സ്ഥാനാർത്ഥി എത്തി വോട്ടഭ്യർത്ഥിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ വേറിട്ട വഴികളിലൂടെ തന്നെയാണ് വോട്ട് തേടി നടക്കുന്നത്. അവസാന ദിനത്തിൽ സാമുദായിക നേതാക്കളെ നേരിൽ കണ്ട വോട്ട് ബാങ്ക് തന്റെ പെട്ടിയിലേക്ക് എത്തിക്കാനുള്ള പെടാപ്പാടിലാണ് PV അൻവർ. നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ്റെ പ്രശ്നമാണ് അവർക്കറിയാം. ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ നടുറോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അത് അവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്താ പറയുക ജനങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട നിശബ്ദ പ്രചരണ ദിവസത്തിലും സജീവമാണ്. ടീം 24 നിലമ്പൂർ.